ഹലോ. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സാധാരണ വീഡിയോ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. ഈ യാത്രയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യം നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് മധുരയിൽ നിന്നുമാണ്. മധുരയിൽ നിന്നും മധ്യപ്രദേശിലെ ഇട്ടാർസി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് യാത്ര പുറപ്പെട്ടത്. ആ യാത്രയുടെ ആദ്യത്തെ ഭാഗം ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ വരെ, അതായത് മധുരയിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ വിജയവാഡ വരെ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആദ്യം അപ്ലോഡ് ചെയ്തത്. ഇത് 2-ാമത്തെ വീഡിയോ ആണ്. അപ്പോഴേ 2-ാമത്തെ വീഡിയോ തുടങ്ങുന്നത് നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം മുതലാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഗ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ഓറഞ്ചിന്റെ കൃഷിയും കച്ചവടങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴും ട്രെയിനിനകത്തും ആൾക്കാർ ഓറഞ്ചിന്റെ കച്ചവടമായിട്ട് വരും. 20 രൂപയൊക്കെ ഉള്ളൂ ഓറഞ്ച്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ഇങ്ങനെ വരിവരിയായിട്ട് ഓറഞ്ചിന്റെ കച്ചവടങ്ങൾ കാണും. അങ്ങനെ ഒരുപാട് ഓറഞ്ച് ഉള്ളൊരു സ്ഥലമാണ് നാഗ്പൂർ. അങ്ങനെ നാഗ്പൂർ മുതലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പുറപ്പെടുന്നത്. വിജയവാഡ മുതൽ രാത്രി യാത്രയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, രാത്രി ഉറക്കമായിരുന്നു. വിജയവാഡയിൽ ഇന്നലെ രാത്രി ഒരു 8:15 ഒരു സമയത്തെത്തി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ഊണ് വാങ്ങി കേട്ടോ. അതായത് വിജയവാഡയിൽ നിന്ന് ഒരു ഊണ് വാങ്ങി, ട്രെയിനിൽ കൊണ്ടുവന്നതാണ്. 130 രൂപയാണ് ഊണിൻ്റെ വില. വെറും കെട്ട ഊണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 130 രൂപ കൊടുക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ, എന്തെങ്കിലും ഒരു രുചി വേണ്ടേ. ഇത് ചോറും സാമ്പാറെന്ന് പറയുന്നുണ്ട്, എന്തോ ഒരു സാധനം, കുറേ വെള്ളത്തിൽ കുറേ കളർ വെള്ളത്തിൽ മലക്കറിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കൊള്ളാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം വേസ്റ്റ് ആയിരുന്നു. വെറും വേസ്റ്റ് ഫുഡായിരുന്നു കേട്ടോ. അപ്പോഴെന്തായാലും അത് ഇന്നലെ രാത്രി കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുവാണ്. ഇനി നമ്മൾ ഇവിടെ നിന്നും ഇട്ടാർസി വരെ പോയിട്ട് ഇട്ടാർസിയിൽ നിന്ന് മാറി ട്രെയിൻ മാറി കയറണം. ട്രെയിൻ മാറി കയറിയിട്ട് ജബൽപൂരേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോഴെന്തായാലും ഈ വണ്ടി വൈകുന്നേരം 3:15 ആകുമ്പോൾ ഇട്ടാർസി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമെന്നാണ് വേർ ഈസ് മൈ ട്രെയിനിലെ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ലേറ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഈ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ കാണുന്നത് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ട്രെയിനിൽ ചായ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ചായ ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് ഗ്ലാസ്, വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ, വൈൻ ഗ്ലാസ് പോലത്തെ കുഞ്ഞ് ഗ്ലാസ്സാണ്. ആ ഒരു ഗ്ലാസ്സിൽ ചായക്ക് 10 രൂപയാണ്. ആ ഒരു ഗ്ലാസ്സിൽ ചായ കുടിച്ചിട്ട് എന്തോ ആവാനാ. ഞാൻ 2 ഗ്ലാസ് ചായ വാങ്ങി കേട്ടോ, 20 രൂപ. പക്ഷേ ചായ കൊള്ളായിരുന്നു. സാധാരണ ട്രെയിനിൽ കൊണ്ടുവരുന്ന ചായ പോലെ കൂതറ ചായയല്ല, ഇത് നല്ല ചായയായിരുന്നു. ഇഞ്ചിയൊക്കെ ഇട്ട ചായയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഇഞ്ചിയുടെ മണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും രാവിലെ നല്ല മസാല ചായ എല്ലാം കുടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും കഴിച്ചില്ല. ട്രെയിൻ നിർത്തിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡൊക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നു, പക്ഷേ വാങ്ങാൻ പറ്റിയില്ല. ട്രെയിൻ ഞാൻ വിചാരിക്കുന്ന അത്രയും നേരം നിർത്തിയില്ല. കുറച്ച് നേരം നിർത്തിയിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴെന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കണം, അത് വാങ്ങി കഴിക്കണം. എന്നിട്ട് തുടർന്ന് നമുക്ക് യാത്ര ചെയ്യാം. എന്തായാലും നമുക്ക് നമ്മുടെ ഈ യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാഗ്പൂർ സിറ്റിയിലൂടെയാണ്. നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആവുകയൊന്നും വേണ്ട. ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നുമാണ്, തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും. മധുര വഴി ആന്ധ്രാപ്രദേശിലെ തെന്നാലി, വിജയവാഡ അങ്ങനെ യാത്ര ചെയ്ത് ഇപ്പോൾ നാഗ്പൂർ എത്തിയിരിക്കുകയാണ്. ഇനി നാഗ്പൂർ മുതലുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് ഫ്ലാറ്റുകളെല്ലാം കാണാം. എന്ന് വെച്ചാൽ ഒരുപാട് ഉയരമുള്ള ഫ്ലാറ്റുകളൊന്നുമല്ല, ഒരു 5 നില ഫ്ലാറ്റുകൾ. ഇവിടെ ആയിട്ട് ചേരി പ്രദേശമാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഇതേപോലത്തെ ചേരികളും എല്ലാം കണ്ടിട്ട് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക അനുഭവമാണ്. ഒരുവിധം എല്ലാ വീടുകളുടെയും മുകളിൽ ഡിഷെല്ലാം വെച്ചിട്ടുണ്ട്. വണ്ടി സ്ലോ ചെയ്തിട്ടുണ്ടല്ലോ, പിടിച്ചിടാനുള്ള പരിപാടിയാണോ? അങ്ങനെ നാഗ്പൂരിൻ്റെ സിറ്റി വൈബെല്ലാം മാറി ഗ്രാമത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വന്ന ട്രെയിനിൻ്റെ നമ്പർ 01928, അങ്ങനെയാണ് ട്രെയിൻ നമ്പർ. ഇത് ഒരു സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ. ഇത് ഫെസ്റ്റിവൽ പ്രമാണിച്ച് വിടുന്ന ട്രെയിനാണ്. ഈ അടുത്തിടയ്ക്ക് ഹോളി ആയിരുന്നു. ഹോളി ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തിയത്. ഇത് സ്ഥിരമായിട്ട് കാണില്ല, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് നിർത്തും. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ ഒരുപാട് തിരക്കില്ല കേട്ടോ. സാധാരണ ഈ തമിഴ്നാടെല്ലാം കഴിയുമ്പോൾ ട്രെയിനിലേക്ക്, അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെല്ലാം കൂടി ഈ സ്ലീപ്പറിലേക്ക് ഇടിച്ച് കയറാറുണ്ട്. പക്ഷേ ഈ ഒരു ട്രെയിനിൽ ആ ഒരു ശല്യമൊന്നും ഇല്ലായിരുന്നു. കാര്യം ഈ ട്രെയിൻ ഒരു സ്ഥിരം ട്രെയിൻ അല്ലാത്തത് കൊണ്ട് സ്ഥിരം യാത്രക്കാർ ഇല്ല. സ്ഥിരമായിട്ട് ഓടുന്ന ട്രെയിനുകളിലാണ് സ്ഥിരമായിട്ട് ആൾക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അതിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സ്പെഷ്യൽ ട്രെയിനുകളിൽ ഇതേപോലെ ആൾക്കാർ ഇടിച്ചു കയറുന്നത് കുറവായിരിക്കും. പിന്നെ ഞാൻ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും, തമിഴ്നാട്ടിലെ എടുത്തു പറയാനുള്ള കാര്യം വേറെയും മധുരയുണ്ടല്ലോ. അങ്ങനെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും മധ്യപ്രദേശിലെ ഇട്ടാർസി എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 960 രൂപയാണ് കേട്ടോ. അങ്ങനെ 960 രൂപ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യുവാണ്. അങ്ങനെ ഓരോരോ സ്റ്റേഷനുകളും കയറി പോകുന്നുണ്ട് കേട്ടോ. ഒട്ടുമിക്ക സ്റ്റേഷനുകളും സ്റ്റോപ്പില്ല. പക്ഷേ സ്റ്റേഷനുകളിലൂടെ എല്ലാം പോകുന്നത് പറന്നാണ് കേട്ടോ പോകുന്നത്.
പിന്നെ മാത്രമല്ല ഞാൻ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് വരുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറേ നേരം കൊണ്ട് നോക്കുവാണ്. പക്ഷേ പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്യും. നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന അതേ സ്പീഡിൽ തന്നെ ആയിരിക്കുമല്ലോ ഓപ്പോസിറ്റ് വരുന്നത്. അതേപോലെ ഷടപടാ എന്നങ്ങ് പാസ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോയിൽ കിട്ടില്ല. നോക്കട്ടെ, എപ്പോഴെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷ്വൽ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചതേ, ഈ തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ ഒരു കളറുണ്ടല്ലോ, അമ്പലങ്ങളുടെ മതിലിൻ്റെ കളറ്, ആ ഒരു മതിലിൻ്റെ കളറാണ് ഇവിടുത്തെ ഈ ചില പ്ലാറ്റ്ഫോമുകളിൽ അടിച്ചിരിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ കണ്ടില്ലേ, ഇവിടെ ആയിട്ടെല്ലാം കണ്ടില്ലേ, ചുമപ്പും വെള്ളയും മതിൽ. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ സാധാരണയായി കാണുന്ന ഒരു കളറാണത്. ഇവിടെ കുറേ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്ലാറ്റ്ഫോമിന് ആ ഒരു കളറായിരുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നത്. അവിടെ ആയിട്ട് കണ്ടില്ലേ, കണ്ടതെല്ലാം ഓറഞ്ച് കൃഷിയാണ് കേട്ടോ. ഇവിടെ ആയിട്ട് ഈ കാണുന്നത് പരുത്തി കൃഷി. ഓറഞ്ചിൻ്റെ തോട്ടങ്ങൾ ഇതോ അവിടെ ആയിട്ട് ദൂരെയായിട്ട് കണ്ടില്ലേ, ആ കാണുന്നതെല്ലാം ഓറഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാഗ്പൂർ ഓറഞ്ചിന് ഫേമസ് ആണെന്ന്. അപ്പോൾ ഓറഞ്ച് തോട്ടമാണ് ആ കാണുന്നത്. അടുത്തായിട്ട് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഓറഞ്ച് പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ ഓറഞ്ച് കളറിൽ നിന്നാലേ അറിയാൻ പറ്റുള്ളൂ. ദൂരെ നിന്ന് കാണുമ്പോഴേ പച്ച കളറിൽ നിന്നാൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ ആയിട്ടെല്ലാം പരുത്തി കൃഷിയാണ്. വെള്ള കളറിൽ ഇങ്ങനെ കാണാം. കൃഷി തന്നെയാണ് കേട്ടോ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാം കൃഷി തന്നെയാണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൃഷിയാണല്ലോ. എങ്ങോട്ട് നോക്കിയാലും കൃഷിപ്പാടങ്ങളായിരിക്കും. ഏതോ ഒരു വെള്ളമില്ലാത്ത നദിയാണത്. ഞാനിങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കുറേ നദികൾ കണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളമില്ല. അതാ ഇത് ഓറഞ്ച് തോട്ടമാണ്. ഇതാ കണ്ടില്ലേ, അവിടെ ആയിട്ട് ഓറഞ്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ കണ്ടില്ലേ ഓറഞ്ച് നിൽക്കുന്നത് കണ്ടില്ലേ. ആ ട്രെയിനിൽ ഓരോരോ സംഗതികൾ കച്ചവടത്തിനായിട്ട് വന്നിരിക്കുവാണ്. ഗ്രീൻ പീസ് ആണ്, കണ്ടില്ലേ, ഓരോരോ സംഗതികൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, തക്കാളിയും പിന്നെ ഗ്രീൻ പീസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഗതിയാണ്. കൊള്ളാം കേട്ടോ സംഭവം. നമ്മളിത് എപ്പോഴും കഴിച്ചങ്ങനെ ശീലമില്ലല്ലോ, അതാണ് ഞാനത് വാങ്ങി കഴിക്കാത്തത്. പുള്ളി ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും കുറച്ച് ടേസ്റ്റ് നോക്കാൻ തന്നു. സംഭവം കൊള്ളാം കേട്ടോ. ചെറിയൊരു എരിവും ചെറിയൊരു പുളിവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ്. 20 രൂപയാണ് ഒരു പ്ലേറ്റിൻ്റെ വില. അങ്ങനെ ഒരു കുഞ്ഞൊരു സ്റ്റേഷൻ എത്തിയിരിക്കുവാണ്. സ്റ്റേഷൻ കുഞ്ഞാണെന്നേ ഉള്ളൂ, പക്ഷേ 5ഉം 6ഉം ട്രാക്കൊക്കെയാണ് കേട്ടോ. ആ കണ്ട കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനുകളിലെല്ലാം എനിക്ക് തോന്നുന്നു മെമു പിന്നെ പാസഞ്ചർ അങ്ങനത്തെ വണ്ടികൾ മാത്രമേ നിർത്തുള്ളായിരിക്കും. ഇതേപോലത്തെ എക്സ്പ്രസ്സും സൂപ്പർ ഫാസ്റ്റും അതിനൊന്നും സ്റ്റോപ്പില്ല. സ്റ്റോപ്പില്ലെന്ന് മാത്രമല്ല, ആ സ്റ്റേഷനൊന്നും കാണുന്നത് പോലുമില്ല, പറന്നാണ് പോകുന്നത്. അവിടെ ദൂരെയായിട്ട് ചെറിയ രീതിയിൽ മലനിരകളെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് വലിയ മലയൊന്നുമല്ല, ഹൈറ്റ് കുറഞ്ഞ് നീളം കൂടിയ മല. മലയെന്ന് പറയാൻ പറ്റില്ല, കുന്ന്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു ചുമപ്പും വെള്ളയും പ്ലാറ്റ്ഫോം കണ്ടില്ലേ, തമിഴ്നാടിൻ്റെ അമ്പലങ്ങളുടെ ആ ഒരു ഡിസൈൻ, അമ്പലങ്ങളുടെ മതിലിൻ്റെ ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ, അതേപോലത്തെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. കടോൾ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. കടോൾ കജൻ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കടോലും ഈ കടലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കടോൾ കജൻ. നല്ല വളവാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നും ഒഫീഷ്യലി ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് എനിക്കിനി ഇറങ്ങാനുള്ള സ്റ്റോപ്പേ ഉള്ളൂ. ഇറ്റാർസി ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ഉള്ളത്. അതായത് നാഗ്പൂരിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റാർസിയിലാണ് ഒഫീഷ്യലി സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് ഇറ്റാർസിയിൽ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ജംഗ്ഷൻ എന്ന് പേരുള്ള 1-2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. നോക്കട്ടെ, അവിടെ കാണാൻ നിർത്തുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ട്രെയിനിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാങ്ങാം. എവിടെയെങ്കിലും നിർത്തിയെങ്കിലല്ലേ ആർക്കെങ്കിലും ട്രെയിനകത്തേക്ക് കച്ചവടത്തിനായിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയും നിർത്തുന്നില്ല. ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ബ്രെഡും ജാമും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ജാമിൻ്റെ പാക്കറ്റ് മൊത്തം നാക്കി തുടച്ചു. ഇനിയിപ്പോൾ നോക്കട്ടെ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിശന്ന് വൈകുന്നേരം 3 മണി വരെ ഇരിക്കേണ്ടി വരും. ഇതാ നോക്കിക്കോ, ഇപ്പോൾ നമ്മൾ പോകുന്നത് ഓറഞ്ച് തോട്ടത്തിനടുത്തൂടെയാണ് കേട്ടോ. ആ മരങ്ങൾക്കിടയിലായിട്ട് കാണാം ഓറഞ്ച് പിടിച്ച് നിൽക്കുന്നത്. ഈ കാണുന്നതെല്ലാം കുഞ്ഞു മരങ്ങളാണ്, എന്നാലും അതിനകത്തെല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ നല്ലതുപോലെ ഫോക്കസ് കിട്ടുന്നില്ല. നിങ്ങളിവിടെ നേരിട്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു അനുഭവമാണ്. കാര്യം നമ്മൾ കടകളിലെല്ലാം ഇരിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ ഈ ഓറഞ്ച്. മരത്തിൽ പിടിച്ച് നിൽക്കുന്ന അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കാണണമെങ്കിൽ മൂന്നാറോ അങ്ങനത്തെ എവിടെയെങ്കിലും സ്ഥലത്ത് പോകണ്ടേ. എന്തായാലും മരത്തിൽ പിടിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഇവിടെ ആയിട്ട് ഈ കാണുന്നത് പരുത്തി കൃഷിയാണ് കേട്ടോ. പരുത്തി
കുറേ പരുത്തി നിൽപ്പുണ്ട്. ആ വെള്ള കളറിൽ പഞ്ഞി പോലെ കാണുന്നതാണ് പരുത്തി. ഇപ്പോൾ ട്രെയിനിൽ ഖാനേക്കെ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് വന്നു കേട്ടോ. ലഞ്ചിന് വേണ്ടിയിട്ട് ഓർഡർ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷേ ഇന്നലത്തെ എൻ്റെ ദുരനുഭവം അത് മറക്കാൻ പറ്റത്തില്ല. കാര്യം കെട്ട ഊണിന് 130 രൂപ കൊടുക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. അതുകൊണ്ട് ഞാൻ വിശന്നിരുന്നാലും വാങ്ങണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഗതി കെട്ടാൽ അത് മേടിച്ച് കഴിച്ചല്ലേ പറ്റൂ. നോക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. വണ്ടി സ്ലോ ആയിട്ട് പോവുകയാണല്ലോ, നല്ലൊരു വളവാണ്. ഇനി ജംഗ്ഷൻ എന്നു പേരുള്ള 2 സ്റ്റേഷനുകളേ ഉള്ളൂ. അതിൽ ഒന്ന് നാർക്കർ ജംഗ്ഷനും പിന്നൊന്ന് അമല ജംഗ്ഷനുമാണ്. നാർക്കർ ജംഗ്ഷൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ബോർഡറായിട്ട് വരും. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലൂടെയാണ്. ഇനി മധ്യപ്രദേശിലേക്ക് കയറും. അപ്പോൾ മഹാരാഷ്ട്രയിലെ അവസാനത്തെ സ്റ്റേഷനായിട്ട് വരും നാർക്കർ ജംഗ്ഷൻ. അതിനുശേഷം മധ്യപ്രദേശിലേക്ക് കയറും. അപ്പോൾ നാർക്കർ ജംഗ്ഷനിൽ എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. അവിടെ ഒഫീഷ്യലി സ്റ്റോപ്പില്ലെങ്കിലും ട്രെയിൻ ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട്. നിർത്തിക്കഴിഞ്ഞാൽ കച്ചവടക്കാരെല്ലാം ട്രെയിനകത്തേക്ക് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വാങ്ങാനുള്ള വകുപ്പുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ വിശന്നിരുന്നേ പറ്റുള്ളൂ. എന്തായാലും വണ്ടി പാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലത്തെ ഗുഡ്സുകളും വാഹനങ്ങളും എല്ലാം ഒരുപാട് നമുക്ക് കാണാം കേട്ടോ. കാര്യം ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയകൾ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഇതേപോലത്തെ വണ്ടികൾ കാണാൻ സാധിക്കും. അങ്ങനെ ട്രെയിനിൽ ഇതാ ഇതേപോലത്തെ കടലയും കപ്പലണ്ടിയൊക്കെ ആയിട്ട് കച്ചവടത്തിന് വന്നു. 10 രൂപയാണ് കപ്പലണ്ടിയുടെ വില. അങ്ങനെ ഞാൻ ഒരു കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴ് ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. പന്തൂർണ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ വണ്ടി സ്ലോ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലോ ചെയ്തതുപോലെ തന്നെ സ്പീഡാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ സ്ലോ ചെയ്തിട്ട് ആരെങ്കിലും ഇതിനകത്തേക്ക് കച്ചവടത്തിനായിട്ട് കയറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനൊന്നുമില്ല, വണ്ടി പറന്നു പോവുകയാണ്. ഇതോ നോക്കിക്കോ, അവിടെ ആയിട്ട് ഓറഞ്ച് മരത്തിൽ ഓറഞ്ച് നിൽക്കുന്നത് കണ്ടില്ലേ? ഇതോ കണ്ടില്ലേ, ഓറഞ്ച് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ ഒരുപാട് കാണാം കേട്ടോ. ഇവിടെയായിട്ടെല്ലാം കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. കണ്ടില്ലേ, ഓറഞ്ച് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇതോ അവിടെ ആയിട്ട് നോക്കേ, കന്നുകാലിയും കർഷകനും എല്ലാവരുമായിട്ട് അവിടെ നിൽക്കുവാണ്. പശുവും ആടും എല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല ഗ്രാമ കാഴ്ച. നോക്കിക്കോ, ഇവിടെ ആയിട്ട് ഓറഞ്ചിൻ്റെ വലിയൊരു ഫാമാണ്. അവിടെ ആയിട്ട് കുറേ ഓറഞ്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ടെല്ലാം മരങ്ങളിൽ പിടിച്ച് നിൽക്കുന്നത് കാണാം. അങ്ങനെ ഓറഞ്ച് പാടം കാണാൻ വേണ്ടി ട്രെയിൻ നല്ലതുപോലെ സ്ലോ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതവിടെ താഴെയായിട്ടെല്ലാം ഓറഞ്ച് വീണ് കിടപ്പുണ്ട്. കണ്ടില്ലേ, ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് താഴെയെല്ലാം വീണ് കിടപ്പുണ്ട്. അങ്ങനെ ഓറഞ്ച് പാടം വളരെ അടുത്ത് കാണാൻ പറ്റി. നല്ല പഴുത്ത് നിൽക്കുന്ന ഓറഞ്ചുകൾ. നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നതിന് നേരെ സമാന്തരമായിട്ട് ദൂരെയായിട്ട് കണ്ടില്ലേ, അവിടെ ആയിട്ട് ഹൈവേ ആണ്. ലോറിയെല്ലാം പോകുന്നത് നോക്കേ. അങ്ങനെ ട്രെയിൻ പിടിച്ചിട്ട സ്ഥലത്തു നിന്നും പുറപ്പെട്ടു കേട്ടോ. ഇതെവിടെയായിട്ട് നോക്കിയേ, കുന്നിൻ്റെ മുകളിലായിട്ട് ഒറ്റപ്പെട്ട ഒരു വീട്. അത് കാണിച്ചപ്പോഴും കുറുകെ എന്തൊക്കെയോ കയറി വന്നു. എവിടെ? അതും അങ്ങ് പോയി. ഇതുപോലത്തെ പല പല കാഴ്ചകൾ പെട്ടെന്ന് പോകും കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. കുന്നും മലയും, മലയെന്ന് പറയാൻ പറ്റില്ല, കുന്നാണ്, കുന്നും പ്രദേശമാണ്. വരൾച്ചയാണ്. നോക്കി അങ്ങോട്ടായിട്ടെല്ലാം കണ്ടില്ലേ, അവിടെ എല്ലാം മരങ്ങളെല്ലാം ഉണങ്ങിയൊക്കെ നിൽക്കുവാണ്. പിന്നെ കൃഷി ചെയ്യുന്ന ഓറഞ്ചിന് മാത്രം വെള്ളം ഒഴിക്കുമായിരിക്കും. ബാക്കി മരങ്ങൾക്കൊന്നും ആരും വെള്ളം ഒഴിക്കാനില്ലല്ലോ, അതുകൊണ്ട് വരണ്ട് നിൽക്കുവാണ്. ഇവിടെ ആയിട്ട് ഓറഞ്ച് കൃഷിയുണ്ട് താഴെ. നേരത്തെ മുതലേ ഞാൻ കാണിക്കുവാണ്. അതിങ്ങനെ വ്യാപകമായിട്ടുണ്ട് ഈ ഒരു പരിസരത്ത്. ഇതോ അങ്ങ് ദൂരെയായിട്ട് കണ്ടില്ലേ, അവിടെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രാമം, കുറേ വീടുകളെല്ലാമായിട്ട്. കൊള്ളാമല്ലേ ആ ഒരു സ്ഥലം? നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ അവിടെ എല്ലാം പോകുമ്പോൾ ഇതേപോലെ തട്ടായിട്ട് വീടുകളെല്ലാം കാണാമല്ലോ. അതേപോലെ ചെറിയൊരു ഗ്രാമമാണത്. ഒരു 10-50 വീടുകൾ കാണും, അത്രേ ഉള്ളൂ. ഒരുപാട് വരണ്ട പ്രദേശമാണ്. കണ്ടില്ലേ, കാട്ടുതീയൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉള്ള സ്ഥലമാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം കത്തിപ്പോത്തതേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു ടണലിനകത്തേക്ക് കയറി കേട്ടോ. പ്രതീക്ഷിക്കാതെ കയറിയതാണ്. കുറേ ഭാഗമൊന്നും ഷൂട്ട് ചെയ്തില്ല, കുറേ ഭാഗം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഓണാക്കിയത്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ടണലാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു വരണ്ട പ്രദേശങ്ങൾക്കിടയിലും നോക്കേ, ചുമന്ന കളർ പൂവെല്ലാം പിടിച്ചിട്ട് മരങ്ങൾ നിൽക്കുന്നത്. എന്തായാലും അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയായിട്ട് കുറേ ഉണ്ട് കേട്ടോ ആ ഒരു ചുമന്ന പൂവുള്ള മരം. ഇതാ നോക്കേ,
അവിടെ ആയിട്ടെല്ലാം കൃഷിയാണ്, കൃഷിയും കന്നുകാലിയും എല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ. ഇതുപോലത്തെ തനി ഗ്രാമ കാഴ്ചകൾ കാണാം കേട്ടോ. പെട്ടെന്ന് വീഡിയോ ഓണാക്കുമ്പോഴേ കിട്ടില്ല, ഇനിയും എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. എന്തായാലും ശരിക്കും നമ്മൾ ഈ കഥകളിലൊക്കെ വായിക്കുമ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്യുമല്ലോ, ഒരു വരണ്ട പ്രദേശത്തെ ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് വായിക്കുമല്ലോ, അതേപോലത്തെ സ്ഥലം കേട്ടോ. അവിടെ ആയിട്ടെല്ലാം കൃഷിയെല്ലാം ഉണ്ട്, ചെറിയ കുടിലുകളും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം. എന്ന് വെച്ചാൽ വരൾച്ചയാണ്, പക്ഷെ എന്നാലും അതിലൊരു ഭംഗിയുണ്ട്. ഇതൊന്നൊക്കെ അവിടെ ആയിട്ട് കുന്നിൻ്റെ മുകളിലായിട്ട് വൈക്കോലും എല്ലാം കൂന കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. കർഷകനും കന്നുകാലിയും എല്ലാം നിൽപ്പുണ്ട് അവിടെ. എന്തായാലും കൊള്ളാം. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. ഈ കുന്നിൻ്റെ മുകളിലായിട്ട് വൈക്കോൽ കൂനകളും ചെറിയ ഷെഡുകളും എല്ലാമായിട്ട്. കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. എന്തായാലും അവിടെ നിന്നിട്ട് നമ്മുടെ ഈ ഒരു ട്രെയിൻ പോകുന്ന വ്യൂവും കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അങ്ങനെ മഹാരാഷ്ട്രയിലെ അവസാനത്തെ സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ. നാക്കേർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. മധ്യപ്രദേശിലേക്ക് കയറിയിട്ട് കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളും കഴിഞ്ഞു. മധ്യപ്രദേശിലേക്ക് കയറിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ പന്തൂർണ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോഴും നമ്മൾ മധ്യപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലൂടെയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ. അമല ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ ജംഗ്ഷന് കഴിഞ്ഞു. ഇനി ഇപ്പോഴുള്ള ജംഗ്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇറങ്ങാനുള്ള ഇറ്റാർസി ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു വലിയ സ്റ്റേഷനില്ല, ട്രെയിൻ നിർത്താൻ ഇനി സാധ്യതയില്ല. ഇനി നിർത്തുന്നത് ഇറ്റാർസിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴും കുറേ ദൂരം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ സ്ലോ ആയിട്ടുണ്ട്. ഇതും ഒഫീഷ്യലി സ്റ്റോപ്പുള്ള ഒരു സ്റ്റേഷനല്ല, പക്ഷേ ട്രെയിൻ സ്ലോ ആയിട്ടുണ്ട്. ബൈത്തൂൽ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ ബൈത്തൂൽ എത്തിയപ്പോഴും ഇതാകണ്ടില്ലേ, ഒരു ചെറിയ ടൈപ്പ് പൂരിയൊക്കെ ആയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അണ്ടാ ബിരിയാണി എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ട്രെയിനിൽ ഒരു കച്ചവടം ചെയ്യുന്ന ആൾ കൊണ്ടുവന്നു. ഇന്നലെ വാങ്ങിയ അതേ ഊണ് തന്നെയാണ് വാങ്ങിയത്. ഗതി കെട്ട് വാങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ നിർത്തുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കറികളിലെല്ലാം ചെറിയ വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ. ഇന്നലെ വാങ്ങിയതുപോലത്തെ കൂതറ കറിയല്ല, കുറച്ച് മെനയുണ്ട് കാണാൻ, കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ദൈ മുകളിലിരിക്കുന്നത്, ഈ ചുരുട്ടി വെച്ചിരിക്കുന്നത് ചപ്പാത്തിയാണ്. പിന്നെ ഞാൻ ബൈത്തൂൽ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂർ റോബസ്റ്റ എന്ന് പറഞ്ഞ പഴവും വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ പച്ചച്ചിങ്ങം പഴം ഉണ്ടല്ലോ, അതിൻ്റെ മഞ്ഞ കളറിലുള്ള പഴം. ഇത് 20 രൂപയ്ക്ക് 5 പഴമുണ്ട് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് ഇത് കഴിക്കാം. ഇത് ഞാൻ ബൈത്തൂൽ എത്തുന്നതിന് മുന്നേ വാങ്ങിയ ഊടാണ്, വെറുതെ വാങ്ങണ്ടായിരുന്നു. ഇവിടെ നിന്നെന്താ ഈ തെള്ളുവണ്ടിയിലെല്ലാം അണ്ടാ ബിരിയാണിയും പിന്നെ ചെറിയ പൂരിയെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളറിയുന്നോ? ഇല്ലല്ലോ. ചോളാപൂരി എന്നങ്ങാണ്ട് പറഞ്ഞു കേട്ടോ. ചോട്ടാപൂരി എന്നാണോ പറഞ്ഞത്, ഞാൻ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. എന്തായാലും കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. 50 രൂപയാണ് കുഞ്ഞ് പൂരിയും പിന്നെ ഒരു കറിയും. ഇതാ കണ്ടില്ലേ, ഇവിടെ വേറൊരാൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാണ് സംഗതി. പൂരി സബ്ജി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ റേറ്റ് എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ബൈത്തൂൾ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ കുടിവെള്ളത്തിൻ്റെ സംവിധാനമുണ്ട്. ഇവിടെ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ലാഭം തന്നെ കേട്ടോ. കാര്യം ഒരു ബോട്ടിൽ റീഫില്ല് ചെയ്യുന്നതിന് 1 ലിറ്ററിന് 5 രൂപയേ ഉള്ളൂ. പക്ഷേ റീഫില്ല് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ബോട്ടിലില്ലാന്ന് വെച്ചോ, 8 രൂപയേ ഉള്ളൂ. സംഭവം ലാഭമാണ്. അപ്പോഴിതാണ് ചാർജ്. അങ്ങനെ ഞാൻ വെള്ളം റീഫിൽ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇറ്റാർസിയിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറേ വാങ്ങി വെക്കാമായിരുന്നു. വെള്ളം കൊള്ളാം കേട്ടോ, ചവർപ്പൊന്നുമില്ല. എന്തായാലും ട്രെയിൻ ഇവിടെ കുറച്ച് നേരം പിടിച്ചിട്ടിരിക്കുവാണ്. ആ സമയം കൊണ്ട് നമുക്കിത് കഴിക്കാം. ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. 3 ചപ്പാത്തി ഉണ്ട് കേട്ടോ. 1 2 3 അത്യാവശ്യം കട്ടിയുള്ള ചപ്പാത്തിയാണ്. പിന്നെ റൈസ് ചെറിയ പൊന്നി റൈസാണ്. എന്തായാലും നമുക്ക് ഇത് കഴിക്കാം. കാശിന് കൊള്ളില്ല, പിന്നെ എന്തായാലും കഴിക്കാം. കഴിച്ചല്ലേ പറ്റൂ. ബൈത്തൂൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്.
കുറേ നേരം ഇവിടെ നിർത്തിയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇവിടെ നിർത്തി. അങ്ങനെ ഊണൊന്നും കൊള്ളില്ലായിരുന്നു കേട്ടോ. കാശിന് കൊള്ളാത്ത ഊണ്, വെറും ചവറ് ഫുഡാണ് കിട്ടിയത്. ഇന്നലെ ഞാൻ കഴിച്ച അതേപോലത്തെ ഊണ് തന്നെയാണ് കിട്ടിയത്. വെറുതെ പൈസ പോയി. ഇതെവിടെയായിട്ട് നോക്കേ, ബൈത്തൂൾ സിറ്റി എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ഇവിടുത്തെ വീടുകളും എല്ലാം കണ്ടില്ലേ, തട്ടുതട്ടായിട്ട് അങ്ങോട്ടായിട്ട് കുറേ വീടുകളെല്ലാം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു റൂട്ടിൽ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോ റീലുകളും ഷൂട്ട് ചെയ്യുന്നത്. ട്രെയിൻ വളഞ്ഞു വരുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഇട്ടിട്ട് അടിപൊളിയാക്കി ഇടുമല്ലോ. അങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ബൈത്തൂൾ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴത് എവിടെയായിട്ടെല്ലാം നോക്കേ, കുറേ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നത് പോലത്തെ സ്ഥലം. JCB ഒക്കെ ഇട്ട് മാന്തിയിരിക്കുന്ന പാടൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? എന്തായാലും ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴും, ബൈത്തൂൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴും നോക്കേ, വീണ്ടും വിജനതയിലേക്ക് കയറിയിരിക്കുവാണ്. വരണ്ട സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴും വേറൊരു സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്കേ, കുറേ മരങ്ങൾ ഉണ്ടായിരുന്നൊരു സ്റ്റേഷനായിരുന്നെന്നാണ് തോന്നുന്നത്. കുറേ മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് അവിടെ ആയിട്ടെല്ലാം കണ്ടില്ലേ മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ വന്നായിരുന്നെങ്കിൽ കുറേ കൂടെ ഭംഗിയായിട്ട് ഈ ഒരു സ്റ്റേഷൻ കാണാൻ പറ്റിയേനെ. പഴയ സ്റ്റേഷനാണ്, കണ്ടില്ലേ? നരംജിരി എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ നമ്മൾ നേരത്തെ നിർത്തിയ ബൈത്തൂൾ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിനടുത്തായിട്ട് സത്പുര ടൈഗർ റിസർവ് ഉണ്ട് കേട്ടോ. അങ്ങനെ മരംചിരി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബൈത്തൂൾ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറേ ദൂരം യാത്ര ചെയ്ത് വന്നു കേട്ടോ. കുറേ വിജനമായിട്ടുള്ള വരണ്ട കാടുകളിലൂടെയാണ് യാത്ര ചെയ്ത് വന്നത്. ഞാൻ പറഞ്ഞില്ലേ സത്പുര ടൈഗർ റിസർവ് എന്ന്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കണം. കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആനിമൽ പ്ലാന്റിലും ഡിസ്കവറിയിലും എല്ലാം സിംഹവും പുലിയെല്ലാം വരണ്ട കാടുകളിലൂടെ പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതേപോലത്തെ വരണ്ട കാടുകളായിരുന്നു. അത് കുറേ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഭാഗത്തായിട്ട് ട്രെയിൻ വളരെ സ്ലോ ആയിട്ടാണ് പോയത്. അങ്ങനെ ആ ഒരു വരണ്ട കാടുകൾക്കുള്ളിലൂടെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് ടണലുകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു ടണലുകളെല്ലാം കഴിഞ്ഞു. പെട്ടെന്നൊന്നും അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വീഡിയോ ഓണാക്കിയപ്പോഴത്തേക്കും ആ ടണലുകൾ കഴിഞ്ഞു. ഒരു 3, 4, 5 ടണലുകളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നീളമുള്ള ലെങ്തി ആയിട്ടുള്ള ടണലുകളായിരുന്നു. പക്ഷേ എന്നാലും വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു ടണലുകളെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ വരണ്ട കൃഷിപ്പാടവും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കുറേ നദികളൊക്കെ കാണാമായിരുന്നു. പക്ഷേ വെള്ളമില്ലാത്ത നദികളുടെ എല്ലാം പേര് റെയിൽവേ ബ്രിഡ്ജിൻ്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുമല്ലോ. അപ്പോഴങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. അങ്ങനെ നദികളുടെ പേരൊക്കെ വായിക്കാൻ പറ്റിയായിരുന്നു. എന്തൊക്കെയോ പേരുകൾ മറന്നുപോയി എന്ന് വെറുതെ പറയുന്നതല്ല. നമ്മൾ ഈ സ്ഥിരമായിട്ട് പറയുന്ന കേൾക്കാത്ത ചില പേരുകളുണ്ടല്ലോ, ഈ ഒരു ഹിന്ദി ടൈപ്പ് പേരുകൾ. അതുകൊണ്ട് മനസ്സിലങ്ങനെ നിൽക്കുന്നില്ല. എന്തൊക്കെയോ ഓർത്ത് വെച്ചതാണ് പറയാൻ വേണ്ടിയിട്ട്. പോട്ടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നദികളൊക്കെ കാണാമായിരുന്നു. നല്ല വെള്ളമുള്ള സമയത്ത് വരുമ്പോൾ ഇതെല്ലാം നിറഞ്ഞു പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇതിന് ഉള്ളിലായിട്ട്, നമ്മൾ ഈ വന്ന സ്ഥലത്തിനുള്ളിലായിട്ട് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ ലൊക്കേഷനൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അവിടെ നിന്ന് വെള്ളമൊന്നും കാണില്ല. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഇറ്റാഴ്സിയിൽ ഇപ്പോൾ എത്തും കേട്ടോ. 3 മണി അടുപ്പിച്ച് ഇറ്റാഴ്സിയിലെത്തും. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇറ്റാഴ്സിയിൽ ഇറങ്ങിയതിന് ശേഷം ഗംഗാ കാവേരി എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് ഉണ്ട്. അത് MGR ചെന്നൈയിൽ നിന്നും ഓടി വരുന്ന വണ്ടിയാണ്. നമ്മുടെ പുറകെ തന്നെ ഉണ്ട് ആ വണ്ടി. ഇപ്പോൾ ആ ട്രെയിൻ ഞാൻ നോക്കിയപ്പോൾ ബൈത്തൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം, നമ്മൾ വെള്ളം വാങ്ങിയ സ്ഥലവും പിന്നെ പഴമൊക്കെ വാങ്ങിയ സ്ഥലമുണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട് ആ ട്രെയിൻ. അതായത് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അങ്ങനെ ആ ട്രെയിനിൽ കയറിയിട്ട് ജബൽപൂരേക്ക് പോകണം. ജബൽപൂരാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഇറ്റാർസിയിൽ ഇറങ്ങിയതിന് ശേഷം ഗംഗാ കാവേരി ട്രെയിൻ പിടിക്കുക. അത് 3:45 സമയം കാണിക്കുന്നത്, ഇറ്റാർസിയിൽ എത്തുന്ന സമയം. നമ്മൾ 3 മണിക്ക് എത്തും. ഞാൻ 3 മണിക്ക് എത്തിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ട്രെയിൻ അവിടെ വരും. അതിൽ കയറി ജബൽപൂരേക്ക് പോകണം. അപ്പോഴങ്ങനെയാണ് ഇന്നത്തെ ഒരു പരിപാടി. എന്തായാലും ഇറ്റാർസിയിൽ എത്തട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. ഇവിടെയും നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ കുറേ ഭാഗങ്ങൾ കാണാം. കുറേ ഭാഗത്തായിട്ടെല്ലാം ഇതേപോലെയാണ് കേട്ടോ. ഇങ്ങനെ വരണ്ട കാടുകളാണ്. ഒറ്റപ്പെട്ട സ്ഥലത്തൂടെയാണ് ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. പിന്നെ മാത്രമല്ല, വരുന്ന വഴിക്ക് കുറച്ച് ടണലുകളെല്ലാം കണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ ടണലുകൾ അങ്ങ് കഴിഞ്ഞു. വീഡിയോ ഓണാക്കിയപ്പോഴത്തേക്കും ആ ടണൽ കഴിഞ്ഞു. ഒരു 4-5 ടണലുകളുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പോകുന്ന ട്രാക്കിന് താഴെയായിട്ട് വേറൊരു ട്രാക്ക് പോകുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ. എവിടെയായിരുന്നു? പെരിനാട് കഴിഞ്ഞിട്ട് ശാസ്താംകോട്ടയിലോട്ടെല്ലാം പോകുന്ന വഴിക്ക് പെരുമൺ പാലത്തിനടുത്തായിട്ട് ഇതേപോലെ ഒരു ട്രാക്ക് പൊങ്ങിയും ഒരു ട്രാക്ക് താഴ്ന്നുമാണ് കാണുന്നത്. ഇതുപോലെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലുണ്ട്. എന്തായാലും കൊള്ളാമല്ലേ? ഒരു ട്രെയിൻ ഇതുവഴി വന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ ട്രാക്ക് താഴ്ന്ന് കാണുന്നുവെന്ന്. അവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കെസ്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കെസ്ല എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷനിൽ നോക്കിയപ്പോൾ അതൊരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ വെറും ഒരു ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കെസ്ല എന്ന് പറഞ്ഞിട്ട്. പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഉയർന്ന പാളത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വളവല്ലേ, കൊള്ളാം. ഇതുപോലെ എത്ര വളവുകളാണല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കണ്ടത്. ഇതോ അവിടെ ആയിട്ട് കണ്ടില്ലേ, ആ കാണുന്നത് നെല്ലാണോ ഗോതമ്പാണോ എന്നറിയില്ല, എന്തായാലും വയലാണ്. കുറേ ഏക്കറിലുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും പരന്ന പ്രദേശമൊന്നും ആയിരിക്കത്തില്ല, കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. സാധാരണ നെൽവയലുകൾ നല്ല പരന്ന പ്രദേശമായിരിക്കുമല്ലോ, പക്ഷേ ഇത് അങ്ങനല്ല. ഞാൻ പറഞ്ഞില്ലേ, നെല്ലായിരിക്കാം അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം, എന്തോ ഒരു സംഗതി, രണ്ടിൽ ഏതോ ഒരു പാടം. അങ്ങനെ ഇറ്റാർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്താറായിരിക്കുവാണ് കേട്ടോ. ഇറ്റാർസിക്ക് അടുത്തായിട്ട് നർമ്മദ നദി ഒഴുകുന്നുണ്ട്. പിന്നെ 4 ഭാഗത്തായിട്ടുള്ള പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾ കടന്നു പോകുന്നുണ്ട്. മുംബൈ ഭാഗത്തേക്കും പിന്നെ ജബൽപൂർ, നാഗ്പൂർ, ഡൽഹി, അങ്ങനെ 4 ഭാഗത്തേക്കുള്ള പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾ കടന്നു പോകുന്ന ഒരു റെയിൽവേ ജംഗ്ഷനാണ് ഇറ്റാർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ടേക്കാണ് നമ്മുടെ ട്രെയിൻ എത്താറായിരിക്കുന്നത്. ഇറ്റാർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുവാണ്. അവിടെ ആയിട്ട് നോക്കിയ കന്നുകാലികളെല്ലാം ട്രാക്കിലൂടെ നടന്നു വരുന്നത്. അതിനെ മേയ്ക്കാനും ആളുണ്ട് കേട്ടോ. അതിനെ മേയ്ക്കുന്ന ആളാണോ ബാക്കിൽ വരുന്നത്? കമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ 14:51 2:51 ആയപ്പോൾ ഇറ്റാർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നോർത്തിൽ നിന്നും വരുന്ന ലോറി എന്ന് പറയുമല്ലോ, ആ ലോറിയാണ് ഈ ലോറി. നോർത്ത് ലോറിയുടെ നാട്ടിൽ പോയി നോർത്ത് ലോറി കണ്ടു. കൊള്ളാമല്ലേ, നല്ല ലുക്കുണ്ട് അത് കാണാൻ. ക്യാബിനെല്ലാം അടിപൊളി, നിരന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ഗംഗാ കാവേരി ട്രെയിനിന് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 115 രൂപയാണ് ഇറ്റാർസിയിൽ നിന്നും ജബൽപൂർ വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിർത്താതെ ഹോണടി കേട്ടോ. അപ്പോൾ ഇതാ ഈ വണ്ടിക്കകത്തൊരു കന്നുകാലിയെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് എത്തി നോക്കുവാണ് എന്താ സംഭവം എന്ന്. ഇവിടെ ആയിട്ട് നോക്കേ, ഈ റിക്ഷ അത് കൊള്ളാം അല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് എവിടെ ആയിട്ട് നോക്കേ, ഒരു അമ്പലം. സാധാരണ നമ്മൾ അമ്പലത്തിൻ്റെ നിർമ്മിതി കാണുന്നത് പോലെയല്ല, ടൈലൊക്കെ ഇട്ടിട്ടേ. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുണ്ട് അത് കാണാൻ. ഇവിടെ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇതാ നോക്കേ, ബ്ലൂ കോച്ച് കണ്ടില്ലേ? സാധാരണ ബ്ലൂ കോച്ച് അങ്ങനെ സർവീസ് നടത്തുന്നത് കണ്ടിട്ടില്ല. ഏതെങ്കിലും സ്പെഷ്യൽ ക്യാബിനായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇത് സാധാരണ കോച്ചായിട്ട് പോവുകയാണ്. ഇതാ കണ്ടില്ലേ വരുന്നത്, കൊള്ളാം അല്ലേ? ഈ ബ്ലൂ കോച്ചിൽ യാത്രക്കാർ പോകുന്നത് കണ്ടിട്ട് എത്ര കാലമായല്ലേ. എന്തായാലും അതൊരു വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളറും കൂടെ മാറ്റി വേറെ പെയിൻറ്റ് ചെയ്യും, ഇപ്പോഴത്തെ രീതിക്കുള്ള പെയിൻറ്റ് ചെയ്യും. സത്യത്തിൽ ഈ ഒരു ബ്ലൂ കോച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ. അങ്ങനെ ഗംഗാ കാവേരി ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ജനറൽ കോച്ചിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷ അത്ര തിരക്കില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കാല് കുത്താൻ സ്ഥലം കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം സ്ഥലമുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ 12669 അങ്ങനെയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ബ്രെഡ് ഓംപ്ലേറ്റും അങ്ങനത്തെ കച്ചവടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. 30 രൂപയാണ് ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ വില. അവിടെ ആയിട്ട് സമൂസയും ഉണ്ട്. സമൂസയ്ക്ക് 30 രൂപയാണ്. അങ്ങനെ കൃത്യം 3:45 ആയപ്പോൾ തന്നെ ഇറ്റാർസിയിൽ നിന്നും നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഗംഗാ കാവേരി എക്സ്പ്രസ്. നമ്മൾ പോകുന്നതിന് സമാന്തരമായിട്ട് വേറൊരു ട്രെയിനും കൂടെ പോകുന്നുണ്ട്. അത് ജയ്പൂർ മൈസൂർ എക്സ്പ്രസ് ആണ്. 2 ട്രെയിനുകൾ ഒരേ സമയത്ത് ഒരേ ദിശയിലേക്ക് പോകുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണല്ലേ. അങ്ങനെ അത് ട്രാക്ക് മാറി വേറെ ദിശയിലേക്ക് പോവുകയാണ് കേട്ടോ, വേറെ റൂട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇറ്റാർസിയിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിപ്പാറിയ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ജബൽപൂർ. അങ്ങനെ 2ാമത്തെ സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങുന്നത്. പിപ്പാറിയ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എത്താൻ ഇനിയും 1 മണിക്കൂർ സമയമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 മണിക്കൂർ സമയമുണ്ട് ജബൽപൂർ എത്താൻ. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. 7 മണി അടുപ്പിച്ചാണ് ജബൽപൂർ എത്തുന്നത്. ഇതവിടെ ആയിട്ട് നോക്കിയ ഒരു ട്രെയിൻ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് കണ്ടില്ലേ. നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിന് മുകളിലൂടെയാണ് അത് പോകേണ്ടത്.
വീണ്ടും നമ്മൾ കൃഷിയിടങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും കൃഷി തന്നെയാണ്. അങ്ങനെ ഇറ്റാർസിയിൽ നിന്നും കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ദാ വലിയൊരു നദിക്ക് മുകളിലൂടെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നർമ്മദാ നദിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ എവിടെയെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട് അവിടെയും വേറൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട്, കണ്ടില്ലേ? അതും റെയിൽവേ ബ്രിഡ്ജാണ്. അവിടെയായിട്ട് നോക്കി ഒരു മുസ്ലിം പള്ളി കണ്ടില്ലേ? അത് കൊള്ളാല്ലേ. ഇവിടെ ഈ മരങ്ങൾക്കിടയിലായിട്ട് ആടിനെല്ലാം മേച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീഡിയോയിൽ കിട്ടിയില്ല, ഇനിയും നോക്കട്ടെ, കാണുവാണെങ്കിൽ കാണാം. ഇപ്പോൾ കഴിഞ്ഞ നദിയുടെ പേര് തവാ നദി എന്നാണ് കേട്ടോ, നർമ്മദ അല്ല. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ തവാ റിവർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം അടുത്ത സ്റ്റോപ്പ് എത്തിയിരിക്കുവാണ്. 1 മണിക്കൂർ യാത്ര ചെയ്തു. പിപ്പാറിയ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പിപ്പാറിയയിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. വളരെ കുറച്ച് നേരം മാത്രമാണ് ഇവിടെ ട്രെയിൻ നിർത്തിയത്. ഇവിടെ നിന്നും 55 കിലോമീറ്റർ മാറി പച്ചമറി എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനുണ്ട്. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ്, ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പ്രധാന ഗേറ്റ് വേ ആണ് പിപ്പാറിയ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ ഗേറ്റ് വേ ആണ് പിപ്പാറിയ. പിപ്പാറിയയിൽ നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല സ്പീഡായി കേട്ടോ. ഇനി 2 മണിക്കൂർ കൂടിയുണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം. ജബൽപൂരേക്ക് 2 മണിക്കൂർ കൂടിയുണ്ട്. ഇവിടെയായിട്ടെല്ലാം ഒരുപാട് നെൽപ്പാടങ്ങൾ, നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ്, ഒരുപാട് കൃഷി ചെയ്യുന്നത് കാണുന്നുണ്ട്. നോക്കട്ടെ, എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അമ്മേ, ഒരു വലിയ മഴ പെയ്ത് തോന്നുന്നത് പോലെ ഉണ്ടായിരുന്നു ആ വണ്ടി പോയത്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം വലിയ പാടശേഖരമാണ്. പാടശേഖരം എന്ന് പറയാം, നെല്ല് ഗോതമ്പെന്ന് അങ്ങനെ തരംതിരിച്ച് പറയണ്ട. ഏതാണെന്നൊരു പിടിയുമില്ല. ഗോതമ്പാവാനും സാധ്യതയുണ്ട്, കാര്യം നോർത്തിലോട്ടെല്ലാം കൂടുതലും ആൾക്കാർ ഗോതമ്പ് കഴിക്കുന്നുണ്ടല്ലോ. ഇത് മാന്തോപ്പാണ് കേട്ടോ, കുറേ മാന്തോപ്പുണ്ട്. പിന്നെ ഇവിടെ ഗോതമ്പ് മാത്രം എന്ന് പറയാനും പറ്റില്ല, കാര്യം ഇവിടെ ഉള്ളവർ മാത്രമല്ലല്ലോ കഴിക്കുന്നത്, ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഗോതമ്പ് കൃഷിയെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പാടശേഖരം അങ്ങനെ അങ്ങ് പറയാം. ഇതാ കണ്ടില്ലേ, അവിടെ ആ ഒരു പാലത്തിന് താഴെയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നദി ഒഴുകി പോകുന്ന സ്ഥലമാണ്, പക്ഷേ വെള്ളമില്ലാത്തത് കൊണ്ട് അവിടെ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ടെല്ലാം കംപ്ലീറ്റ് കൃഷിപ്പാടമാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഗ്രാമവും കാണാം കൃഷിപ്പാടത്തോട് ചേർന്ന്. ഓക്കെ, അതിവിശാലമായിട്ടുള്ള കൃഷിപ്പാടം. നടുക്കായിട്ട് വീടാണോ ആ കാണുന്നത്? എന്തായാലും കൊള്ളാലേ അത്. ഇപ്പോൾ അങ്ങ് ദൂരെയായിട്ട് നോക്കേ, അവിടെയും വീടാണെന്ന് തോന്നുന്നു. ഇവിടെയായിട്ട് ട്രെയിനിനകത്ത് ബ്ലൂടൂത്ത് സ്പീക്കറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കച്ചവടത്തിനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, അവിടെയായിട്ട് സ്മാർട്ട് വാച്ചും അല്ലാത്ത വാച്ചുകളും എല്ലാത്തരം വാച്ചുകളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഡെമോ കേൾക്കാൻ വേണ്ടി കൊടുത്തിരിക്കുവാണ്. ആ ഇരിക്കുന്നതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. എന്തായാലും കൊള്ളാമല്ലേ ട്രെയിനകത്തുള്ള കച്ചവടങ്ങൾ. ചായയും വടയും കാപ്പിയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ബ്ലൂടൂത്ത് സ്പീക്കറും എല്ലാ സംഗതികളും കൊണ്ടുവരുന്നത്. നോക്കേ, ഗോൾഡ് വാച്ചും എല്ലാത്തരം വാച്ചുകളും ഉണ്ട്. സ്മാർട്ട് വാച്ചുകളും പിന്നെ അല്ലാത്ത ഹെഡ്സെറ്റുകളും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഇരുട്ടി കേട്ടോ. വണ്ടി പറന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റ് കണ്ടായിരുന്നു. സൺസെറ്റ് മാത്രമല്ല, അതിന് മുന്നിലായിട്ട് കുന്നുപോലെയായിരുന്നു പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നത്. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് വീഡിയോയിലൂടെ കണ്ടാൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ വാഗമണിലെ മൊട്ടക്കുന്ന് പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് മൊട്ടയായിട്ടില്ലെങ്കിലും കുറേ കുന്നുകൾ പോലെ പാടശേഖരമായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വരുവാണ്. ജബൽപൂർ രാത്രി 7 മണിക്ക് എത്തുമെന്നാണ് ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. ഇപ്പോൾ സമയം 6:30 ആകാൻ പോകുന്നുണ്ട്. എന്തായാലും സൺസെറ്റ് അതിമനോഹരമായിരുന്നു. ഇപ്പോൾ നേരം ഏകദേശം ഇരുട്ടി കേട്ടോ. ശരിക്കും ഒരു വ്യൂ കിട്ടുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാം. പാടശേഖരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ പാടശേഖരമെല്ലാം പരന്ന പാടശേഖരമാണ്. നേരത്തെ നമ്മൾ കണ്ടത് കുന്നുപോലത്തെ പാടശേഖരമായിരുന്നു. സാധാരണ നമ്മൾ കാണുന്നത് ഇതേപോലത്തെ പാടശേഖരമാണല്ലോ, പരന്നതാണല്ലോ. അതാണ് നേരത്തെ കണ്ട കുന്നുപോലത്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം.
അങ്ങനെ 19:09, അതായത് രാത്രി 7:09 ആയപ്പോഴും നമ്മുടെ ട്രെയിൻ ജബൽപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നു കേട്ടോ. നല്ല അടിപൊളി ബിൽഡിംഗ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് പുതുക്കി പണിതതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല നീറ്റായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുള്ള എൻട്രൻസ്. ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നപ്പോൾ സമയവും ജബൽപൂർ എന്നുള്ള ടൈറ്റിലും ഉണ്ട്. ഇതാ ഇവിടെ ആയിട്ട് നോക്കേ, ഒരു പഴയ കോച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പഴയ കോച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നു കേട്ടോ. അതാ ഇവിടെ ആയിട്ട് ഓട്ടോക്കാരെല്ലാം നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വരും. ഇതാ ഈ വണ്ടി നോക്കേ, കൊള്ളാമല്ലോ. ചെറിയ ഓട്ടോ, വീതി കുറഞ്ഞ 2-3 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൊള്ളാം എന്തായാലും. ഇതാ നോക്കേ, സൈക്കിൾ റിക്ഷ മധുരയിലും ഉണ്ട്. തമിഴ്നാട്ടിലെ മധുരയിലും ഇപ്പോഴും സൈക്കിൾ റിക്ഷ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ബ്രോ ഒരു ഹായ് കാണിച്ചാൽ. അങ്ങനെ ഞാൻ ജബൽപൂർ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇവരുടെ വീട്ടിൽ പോയിട്ട്, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പോയാ ഇതിനകത്ത് മധ്യപ്രദേശുകാരനുണ്ട് കേട്ടോ. അവന് വീഡിയോയിൽ വരുന്നതിന് അത്ര വലിയ താല്പര്യമില്ല, മാറി നിൽക്കുവാണ്. അപ്പോഴെന്തായാലും അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവർ രണ്ടുപേരും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നത് തന്നെയാണ്, കൊല്ലംകാർ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇവരുടെ കൂടെ വരാൻ പറ്റിയില്ല, സാഹചര്യം ആ ഒരു സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം മാറി വന്നത്. ഇവർ ഒരാഴ്ച മുമ്പേ ഇവിടെ സ്റ്റേ ആണ് കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ ഈ ഒരു മധ്യപ്രദേശുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം പുറത്തേക്കെല്ലാം ഇറങ്ങി വന്ന് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവരുടെ വീട്ടിൽ പോവുക, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക, എന്തെങ്കിലും കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ മുതലാണ് ഈ മധ്യപ്രദേശിൻ്റെ ഗ്രാമങ്ങളിലേക്കെല്ലാം ഇന്ന് ഇറങ്ങി കറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇവരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം ഒക്കെ, ആ കഴിക്കുന്ന ക്ലിപ്പും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ ഗ്രാമത്തിലേക്ക് പോവാം.